ലോകത്തിലെ തന്നെ കുമ്പാരി പറയാൻ എൻ്റെ ഇൻട്രോ പറയാൻ മറന്നുപോയി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലാൻഡ് ബോർഡർ ക്രോസിംഗ് ആട്ടെ ഈ കാണണം. അറിയാം, സോറി പെട്ടാനിപ്പം. അതായത് സിംഗപ്പൂർ ടു മലേഷ്യ പോണ ഏറ്റവും വലിയ ലാൻഡ് ബോർഡർ ക്രോസിംഗ് ആട്ടെ. അച്ചു സാധനമാണിത്. ഇത് കണ്ട, ഈ വരി കണ്ട, ഈ വരിയാണ് കണ്ട ഈ ലാൻഡ് ബോർഡർ ക്രോസിങ്. അറ്റം വരെ കാണണ്ട, തിരക്ക് കണ്ട. പക്ഷെ എൻ്റെ പൊന്നു, ഞാനിവിടെ വരേണ്ട ആളല്ല, ഞാൻ അറിയാണ്ട് വന്ന് പെട്ടുപോയതാ. എനിക്ക് ലെഫ്റ്റ് എടുക്കേണ്ട ആളാണ്, ഞാൻ വേറെ വഴി കയറി പോയാൽ മതിയായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഈ റോട്ടിൽ വന്ന് പെട്ടുപോയി. പക്ഷെ എൻ്റെ പൊന്നു, ഒരു 2-3 മണിക്കൂർ എടുക്കുമെന്ന് തോന്നണ്ട ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് എത്താൻ വേണ്ടി ഇവർക്ക്. എനിക്ക് ശരിക്കും ഈ വഴി പോകണ്ട. കാറുകാരുടെ തിരക്കുണ്ട് കേട്ടോ. അയ്യോ, ഇടിച്ച് പൊളിക്കാനും. ഈ ബോർഡർ ക്രോസിങ് ഉണ്ടോ, സീൻ സാധനം ഉണ്ട്. ഇത് നമുക്കായിരിക്കും അങ്ങോട്ട് പോകും. വിട്ട് റൈറ്റിൽ നിൽക്കുന്ന ആൾക്കാരുടെ തിരക്ക് കണ്ട. അതായത് ഇതൊന്നും തിരക്ക്, ഇത് സ്റ്റാർട്ടിങ് കണ്ട. ഇനി വരാൻ വേണ്ടി പോകണുള്ളൂ തിരക്ക്. അച്ചോ, ചീത്ത തിരക്കെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. മലേഷ്യക്ക് പോകാൻ നിൽക്കുന്ന ആൾക്കാരെ തിരക്ക് കണ്ട. ഇത് അതിൻ്റെ ഉള്ളിൽ പെട്ട് വെക്കാനുണ്ടല്ലോ, ചൂടും അതും ഇതും. ഫ്രണ്ടിലാടൊക്കെ നോക്കിയാൽ കിറുക്കന്മാരൊക്കെ ഇപ്പം ഇവിടെ. നിങ്ങളെ ഞാനൊരു ദിവസം ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് വീഡിയോ കാണിച്ചു തരാട്ടാ. അതായത് ഫ്രണ്ടിൽ കാണുന്ന പാലം കണ്ട, ആ പാലം കഴിഞ്ഞ അപ്പുറത്തെ മലേഷ്യയുടെ ചെക്ക് പോയിന്റ് വരെ ഈ തിരക്കായിരിക്കും. ഞാൻ അബദ്ധവശാപ്പെട്ട് അപ്പുറത്തൂടെ പോകേണ്ട ആളായിരുന്നു. എന്തോ ചിന്തിച്ചു വന്നാണ് ഈ വഴിയിലേക്ക്. ഞാൻ തന്നെ 1.5 മണിക്കൂർ എടുത്ത്. അപ്പം അതിൽ ശരിക്കും ആൾക്കാരൊക്കെ എത്ര മണിക്കൂർ ഇരിക്കുമല്ലേ. ഈ പൊക്കത്തെ പാടത്തിൽ കൂടി ഇങ്ങനെ കറങ്ങി അറ്റം വരെ പോകണം ഇവർക്ക്. ആ ചെറിയ ഗ്യാപ്പിൽ ചൂടൊക്കെ സഹിച്ച്. ഇതാണ്ട ഒരു സിംഗപ്പൂർ പണിയെടുക്കാണ്ട് തന്നെ 90% ആൾക്കാരും ചെയ്യണത്. ബാക്കി രബേണ എൻ്റെ ഒപ്പം വർക്ക് ചെയ്താണ്ടത്. പാവം പുള്ളി എവിടെ പോണാവോ. അപ്പൊ അത്ര സമയം എടുക്കോട്ടെ ഇവർക്ക് വീടെത്താൻ വേണ്ടി. അയ്യോ, ഞാനൊക്കെ എൻ്റെ ഇടയിൽ കിടന്ന് പെട്ടുകൊണ്ടല്ലോ പണ്ട്. സീരാറത് എങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞ എൻ്റെ ഒരു മൂഡ്. ഈ സമയമൊക്കെ പീക്ക് സമയം, അതാണ് ഇത്രയും തിരക്ക്. ഒരു ഉച്ചക്കൊക്കെ വന്നാണെങ്കിൽ തിരക്കുണ്ടാവില്ല. പിന്നെ പബ്ലിക് സൺഡേ മൺഡേ മറ്റേ സാറ്റർഡേ സൺഡേക്ക് ആണെങ്കിൽ തിരക്കുണ്ടാവില്ല. അങ്ങനെ രവിയണ്ണൻ്റെ ആറ്റ കൊടുത്ത്. രവിയണ്ണൻ്റെ ഇപ്പോൾ കിട്ടില്ല മെമ്പറാണ്ട. പുള്ളി എൻ്റെ ഇപ്പോൾ ഞാൻ പുറത്തെ കമ്പനിയാണ് വർക്ക് ചെയ്ത് വെച്ചാൽ. അപ്പം പുള്ളി എൻ്റെ ഇപ്പോൾ വർക്ക് ചെയ്തെന്ന് വെച്ചാളെ. അയ്യോ, പുള്ളിനെ കാണാൻ പറ്റില്ല. ഈ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലത്ത് വേണ്ട, അവിടെയാണ് ചെക്ക് പോയിന്റ്. അപ്പം അവിടെ എത്തണം ഈ വണ്ടിയുള്ള ആൾക്കാർക്കൊക്കെ കേട്ടാ. ടൈം കുറച്ചെടുക്കും. അവന്മാർ ഇപ്പം ഇറങ്ങുന്നവരൊക്കെ വീട്ടിൽ പോകാൻ രാത്രി ആവട്ടെ. ഞാൻ ഈ ചെക്ക് പോയിന്റ് അരികത്താണ് താമസിക്കണം. അപ്പം എനിക്ക് കാണാം, വീട്ടിൽ ഇരുന്നാൽ കാണാം ആൾക്കാരുടെ തിരക്ക്. അവിടെ ലെഫ്റ്റ് സൈഡിൽ കാണണ്ട ചെക്ക് പോയിന്റ്. ബസ്സിന് പോകുന്ന ആൾക്കാരുണ്ട്. ഒരു മലേഷ്യയിൽ നിന്ന് ഇഷ്ടംപോലെ പേര് സിംഗപ്പൂർ വർക്ക് ചെയ്യാണ്ട് വന്നിട്ടുണ്ട്. അവരൊക്കെ ഭൂരിഭാഗം പേരും ബസ്സിനാണ് വന്നത്. അവർക്ക് ഇതേപോലത്തെ ജാം ഉണ്ടാവും. പിന്നെ വന്നവരൊക്കെ എല്ലാം ബൈക്കിന് വന്ന ആൾക്കാരാണ്. അവർക്ക് ഇത്ര സ്ട്രഗിളാണ്. പിന്നെ അവർക്കൊരു ഉപകാരം എന്ന് വെച്ചാൽ അവിടെ നിന്ന് വന്ന് ഇവിടെ വർക്ക് ചെയ്ത് തിരിച്ചു പോയി അവിടെ ജീവിക്കാൻ വേണ്ടി ചിലവ് കുറവാണ്. ചിലവ് കുറവിന് വേണ്ടി ചെയ്യണതാണ് അവർ. പിന്നെ ഇവിടെ താമസിച്ച് കഴിഞ്ഞാൽ അവരുടെ ശമ്പളം മുതലാവില്ല അവർക്ക്. അങ്ങനെ ഡെയിലി പണിക്ക് മലേഷ്യയിൽ നിന്ന് സിംഗപ്പൂരിൽ നിന്ന് പണിക്ക് വേണ്ടി വന്നു പോകുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ നിങ്ങളത് അവരുടെ ആ സ്ട്രഗിളൊന്നും ഞാൻ നിങ്ങളെ കാണിച്ചു തന്നെ ചെറുക്കന്മാർ കണ്ടത്. അതാണ്ട് അവരുടെ ജീവിതം. രാവിലെ ഇവർ വന്ന നേരത്തെ, വൈകുന്നേരം ലേറ്റായിട്ടേ പോകാൻ പറ്റുള്ളൂ പണി കഴിഞ്ഞാൽ. അപ്പോൾ ഓക്കെ, വേറൊരു വീഡിയോ